ജനങ്ങൾ സംശയിച്ചതുപോലെ തന്നെ കരിവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത് CPMന്റെ അറിവോടും സമ്മതത്തോടും പങ്കാളിത്തത്തോടു കൂടിയുള്ള പകൽക്കൊള്ളയാണെന്ന് കൂടുതൽ വ്യക്തമായി വരികയാണ്. CPM നിയന്ത്രിക്കുന്ന രഹസ്യ അക്കൗണ്ടുകൾ വഴിയാണ് അഴിമതി ഇടപാടുകൾ നടന്നതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലൂടെ തെളിഞ്ഞു വരികയാണ്. വൻതോതിൽ പണമിടപാടുകൾ നടന്ന ഈ രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ED റിസർവ് ബാങ്കിനും കേന്ദ്ര ധനമന്ത്രാലയത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൈമാറിയിരിക്കുന്നത് ശക്തമായ നടപടികളിലേക്ക് നയിക്കും. സഹകരണ നിയമങ്ങൾ ലംഘിച്ചാണ് CPM കരുവന്നൂർ ബാങ്കിൽ രഹസ്യ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നത്. ഇതിനെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട്. രഹസ്യ അക്കൗണ്ടുകൾ വഴിയാണ് ബിനാമി വായ്പകളുടെ കമ്മീഷൻ പാർട്ടി കൈപ്പറ്റിയിരുന്നത് എന്നും ED കണ്ടെത്തിയിട്ടുണ്ട്. ഈ അക്കൗണ്ടുകൾ വഴി ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുള്ളതായും EDക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം ഓഡിറ്റിംഗിൽ നിന്ന് മറച്ചുപിടിച്ചത് മറ്റൊരു തെറ്റാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരിക്കണമെന്നുണ്ട്. എന്നാൽ കരുവന്നൂരിലെ രഹസ്യ അക്കൗണ്ടുകളുടെ കാര്യത്തിൽ CPM ഇത് ചെയ്യാതിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ ക്ഷണിച്ചു വരുത്തും. കരുവന്നൂരിൽ CPM നേതാക്കൾ മാത്രമല്ല പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയും കമ്മീഷൻ വാങ്ങിയെന്ന വിവരവും അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ അഴിമതി കേസിൽ ED അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുവന്നൂരെത്തി പാർട്ടി നേതാക്കളെ കണ്ടിരുന്നു. അഴിമതിക്കെതിരെ കേന്ദ്ര സർക്കാർ ഒത്തുതീർപ്പിനില്ലെന്നും അഴിമതികൾ നടത്തിയവരെ അവർ വഹിക്കുന്ന പദവികൾ നോക്കാതെ പിടികൂടുമെന്നും വ്യക്തമായതോടെയാണ് പിണറായി ഇങ്ങനെയൊരു കൂടിക്കാഴ്ച നടത്തിയത്. അഴിമതിക്കാരായ പാർട്ടി നേതാക്കൾക്ക് ആത്മവിശ്വാസം പകരാനാകും ഇത്. മുഖ്യമന്ത്രി തന്നെ വലിയ അഴിമതി ആരോപണങ്ങളുടെ നിഴലിലാണല്ലോ. മകൾ വീണ വിജയനെതിരായ മാസപ്പടി കേസ് ED അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കരുവന്നൂർ ബാങ്കിലെ അഴിമതിയുടെ കാര്യത്തിലും EDയുടെ അന്വേഷണം മുന്നോട്ട് തന്നെ എന്നറിഞ്ഞുകൊണ്ടാണ് പിണറായി കരുവന്നൂരിലെത്തിയത്. അഴിമതിക്കാരോടുള്ള ഐക്യദാർഢ്യമായി ഇതിനെ കാണേണ്ടി വരും. മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക് ചെയ്യുന്നത് പോലെ അന്വേഷണവുമായി പരമാവധി നിസ്സഹകരിക്കുക എന്ന തന്ത്രമാകും കരുവന്നൂരിലും CPM സ്വീകരിക്കുക. ഈ കേസിൽ മുൻ മന്ത്രി AC മൊയ്തീനെ ED ചോദ്യം ചെയ്തിരുന്നു. പാർട്ടി ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ രണ്ടാമതും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് പാർട്ടിയുടെ നില കൂടുതൽ പരുങ്ങലിലാക്കും. EDയുടെ ചോദ്യം ചെയ്യലിൽ ഒരു കാര്യവും പറയാതിരിക്കുക എന്നതാകും ഇവരുടെ തന്ത്രം. പക്ഷെ അത് അധികകാലം മുന്നോട്ട് പോകാനിടയില്ല. ED അന്വേഷിച്ചു കണ്ടെത്തിയ അഴിമതിയുടെ തെളിവുകൾക്ക് മുന്നിൽ CPMന്റെ ഇത്തരം തന്ത്രങ്ങൾ പൊളിയുക തന്നെ ചെയ്യും. കരുവന്നൂർ അഴിമതി അന്വേഷണം ED ശക്തിപ്പെടുത്തിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMനെയും ഇടതുമുന്നണിയെയും സാരമായി ബാധിക്കുകയും ചെയ്യും. അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന CPMന്റെ പ്രചാരണം രഹസ്യ അക്കൗണ്ടുകളുടെ വരെ വിവരങ്ങൾ പുറത്തു വന്ന സ്ഥിതിക്ക് വിലപ്പോവാതെ വരും. അതേസമയം കരുവന്നൂരിൽ CPMന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്ന എൻഫോഴ്സ്മെന്റിന്റെ വാദങ്ങൾ തള്ളിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPMന് എവിടെയും രഹസ്യ അക്കൗണ്ടില്ലെന്നും എല്ലാം സുതാര്യമാണെന്നും മുഖ്യമന്ത്രി കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.